ജോയ് MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി ജോയ്, ഇന്നലെ രാത്രി വാർത്ത കേൾക്കുമ്പോൾ വലിയൊരു ഞെട്ടലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതും ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ആണ് ആ കുട്ടിക്ക് ഇത്രയും വെറും 19 വയസ്സ് മാത്രമേ ഉള്ളൂ. വളരെ ദൗർഭാഗ്യകരമായൊരു അനുഭവമാണ്. ഇതിൽ ഈ സൗമ്യ സംഭവത്തിന് ശേഷം കുറേ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ ട്രെയിൻ യാത്ര സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ കേട്ടിരുന്നു. പക്ഷെ ഒന്നും ഫലപ്രദമല്ല എന്നുള്ളതാണ് ഈ അപകടം നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇത് ഒരു സംഭവം ഉണ്ടായാൽ കുറച്ചു നാളത്തേക്ക് റെയിൽവേ അലർട്ടാവും. ആ സംഭവം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊരല്പസമയം കഴിഞ്ഞാൽ വീണ്ടും പഴയ പടി തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് മലയാളികൾ. അപ്പൊ അവരുടെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാത്രികാലത്തെങ്കിലും, പകല് മറ്റ് സംവിധാനങ്ങളും അല്ലെങ്കിൽ ആളുകളും വലിയ ജനക്കൂട്ടവും എല്ലാം ഉണ്ടാവും. ഈ രാത്രികാലങ്ങളിലെങ്കിലും അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സുരക്ഷയുടെ സംവിധാനം റെയിൽവേ ഏർപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് ട്രെയിൻ യാത്ര പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ കുട്ടി ഒന്നും അറിഞ്ഞ കുട്ടിയല്ല, ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടി, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ചവിട്ടിത്തള്ളിയിടുക, അത് മദ്യലഹരിയാണെന്ന് പറയുന്നു. അയാളെ ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു കൃത്യമായിട്ടുള്ള വിവരം എടുത്തു വരുന്നതേ ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ അത്തരം ചില കാര്യങ്ങള് ഇപ്പോ മെഡിക്കൽ കോളേജിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കൊടുക്കാവുന്ന മാക്സിമം ചികിത്സ അവിടെ ലഭ്യമാക്കുന്നുണ്ട്. ഇപ്പോ ഇന്ന് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള നല്ല പരിശ്രമം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് ഒരു ടീം വർക്കായി നിന്ന് ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിരുന്നു. ആ കുട്ടിക്ക് ശസ്ത്രക്രിയ ഇന്ന് രാവിലെ ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോ സർജറി ICUലാണ് ഉള്ളത്. അവിടെ നിന്ന് മാറ്റി ക്രിട്ടിക്കൽ അവിടെ മറ്റേ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി വിദഗ്ധമായിട്ടുള്ള ചികിത്സയാണ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ജീവൻ നിലനിർത്താനുള്ള നല്ല ശ്രമമാണ്. ഇപ്പോ തലയ്ക്കകത്ത് ചെറിയ ബ്ലീഡിംഗ് ഉണ്ട്, അത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ടോ ഈ പെൺകുട്ടി? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സംസാരവും മറ്റു കാര്യങ്ങളും അതിനുള്ള ഇതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രതിയെ കുറിച്ച് താങ്കൾ അന്വേഷിച്ചോ? ഇപ്പം നമുക്ക് വരുന്ന ചില പ്രതികരണങ്ങൾ അനുസരിച്ചൊരു സ്ഥിരം ശല്യക്കാരനാണ്. കുടുംബത്തിലെ സഹോദരന്റെ ഒക്കെ ഒരു പ്രതികരണം കേട്ടു. അപ്പൊ കുടുംബത്തിലും പ്രശ്നക്കാരനാണ്. എന്തെങ്കിലും താങ്കൾക്ക് കൂടുതൽ അറിവുണ്ടോ പ്രതിയെ കുറിച്ച്? ഇല്ല, വെള്ളറടയിലെ സ്വദേശിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അത്തരം വിവരങ്ങൾ എന്റെ പക്കലില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ വി ജോയ് സംസാരിച്ചത്. എന്തായാലും പെൺകുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സയും മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് MLA പറഞ്ഞ കാര്യം. ഇപ്പോൾ വിദഗ്ധ ചികിത്സ അവിടെ നൽകുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തലയിൽ ബ്ലീഡിംഗ് ഉണ്ട്, അത് നിർത്താനുള്ള മരുന്ന് ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സർജറിയെ പറ്റി വിദഗ്ധ സംഘം ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് MLA പറയുന്ന കാര്യം.